കഥ വീണ്ടും തുടർച്ചയിലേക്ക്. നീ എന്താ ചങ്ങാതി ഈ തൊപ്പി വച്ചിരിക്കുന്നത്? കുഞ്ഞൂട്ടൻ ഒന്നും അറിയാത്തവനെ പോലെ ചോദിച്ചു. വെറുതെ തണുപ്പുണ്ടോ എന്ന് കരുതി. നീയോ? ഈർക്കിളിക്കുട്ടൻ തിരിച്ചു ചോദിച്ചു. ഞാനും അതേ ചങ്ങാതി, ഒരു ഗമയ്ക്ക് വേണ്ടി, അവൻ നുണ പറഞ്ഞു. അല്ല, സത്യം പറയ്, നിന്റെ ചെവിക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയോ? കുഞ്ഞൂട്ടൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. ഇന്ന് രാവിലെ മുതൽ ഒരു ചെവിക്കും ചെറിയൊരു വേദന തോന്നി, ഈർക്കിളിക്കുട്ടൻ മടിച്ചു പറഞ്ഞു. വേദന മാത്രമേ തോന്നിയുള്ളൂ? അല്ല, ചെവിയുടെ രൂപവും മാറി. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഒരേ അസുഖമാണ്. നീ നിന്റെ കാത് എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ എൻ്റെ കാത് നിനക്കും കാട്ടിത്തരാം. കുഞ്ഞുകുട്ടൻ അതിനെന്താ, നമ്മളിപ്പോ തുല്യ ദുഃഖിതരല്ലേ? ഈർക്കിളിക്കുട്ടനും സമ്മതിച്ചു. അടുത്ത നിമിഷം രണ്ടുപേരും തങ്ങളുടെ കൂർപ്പൻ തൊപ്പികൾ ഊരിമാറ്റി. രണ്ടാൾക്കും കൂടി 4 നീളൻ കഴുത ചെവികൾ. നാണിച്ചു തല താഴ്ത്തി അവർ. അതൊരു ചെറിയ സങ്കടം മാത്രമാണെന്ന് വൈകാതെ അവരറിഞ്ഞു. തെല്ലിട കഴിഞ്ഞതും രണ്ടുപേരുടെയും മുഖം കഴുതമുഖമായി. ദേഹമാസകലം കഴുതരോമം നിറഞ്ഞു. നടുകുനിഞ്ഞു, കൈകൾ മുൻകാലുകളായി, കൈകാലുകൾ കഴുതയുടേതു തന്നെയായി. അവരാകെ ചൂളി നിൽക്കെ അവർക്കു പിന്നിൽ കഴുതവാലും കിളിർത്തു. നാണിച്ചു പുളിശ്ശേരി വെച്ച പോലെ ഇരുവേരും. കുഞ്ഞൂട്ടാ, ഈർക്കിളിക്കുട്ടൻ വിളിച്ചു. ഈർക്കിളിക്കുട്ടാ, കുഞ്ഞൂട്ടനും തൊണ്ടയിടറി വിളിച്ചു. സങ്കടം സഹിക്കവയ്യാതെ അവർ പൊട്ടിക്കരഞ്ഞു. പക്ഷെ അവരുടെ തൊണ്ടയിൽ നിന്നും പുറത്തു വന്നത് കഴുതക്കരച്ചിലാണ്. സങ്കടത്തിന്റെ മൂർധത്തിൽ അവൻ മാലാഖയെ ഓർമ്മ വന്നു.